കാലക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞതാണ്. സ്വത്രം ഏത് സമയത്തും അപകടങ്ങൾ കടന്നു വരും. ഇതുപോലെ കഴിഞ്ഞ വർഷം ഇതുപോലെ സംഭവിച്ചു. കഴിഞ്ഞ പ്രാവശ്യം സ്വത്രം എനിക്ക് ചുമയായിരുന്നു, കണ്ണ് ചുമയായിരുന്നു. അങ്ങനെ ചുമയോട് ഭാരപ്പെട്ട് കടന്നു ചെന്ന് ബ്ലഡൊക്കെ പരിശോധിച്ചപ്പോൾ അന്ന് 5 ഉണ്ടായിരുന്നു. സ്വത്രം സ്വത്രം അന്ന് 6 കുപ്പി ബ്ലഡ് കുത്തി വിടാന്നൊക്കെ ഇവിടെയായി. സ്വത്രം ഇപ്പൊ പ്രാവശ്യം കടന്നു പോയപ്പോൾ 3 കുപ്പി ബ്ലഡ് മാത്രമേ കുത്തിയിട്ടുള്ളൂ. സ്വത്രം 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 അങ്ങനെ സ്വത്രം ദൈവമായി കർത്താവ് അത്ഭുതകരമായി വീടാതെ വണ്ണം അവിടുന്ന് സ്വത്രം ദൈവം താങ്ങ് നടത്തിയ സ്വത്രം എന്തിനു വേണ്ടിയാണ്? സ്വത്രം ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ ഹാലയുടെ വേലകൾക്ക് വേണ്ടിയാണ് ദൈവം പിന്നെ സ്വത്രം വീഴാതെ വണ്ണം അവിടുന്ന് ഈ ഭൂമിയുടെ പരപ്പത്തിൽ നിലനിർത്തിയിരിക്കുന്ന സ്വത്രം എനിക്ക് ഈ നാളുകളിൽ സ്വത്രം കൂട്ടായ്മയ്ക്കൊന്നും കടന്നു വരാതെ വണ്ണം ആയിരിക്കാം. എനിക്ക് ഏതോ നഷ്ടം സംഭവിച്ചതുപോലായിരുന്നു. സ്വത്രം സ്വത്രം കൂട്ടായ്മ കടന്നു വരാതിരിക്കപ്പോൾ ഹാലേലിയ സ്വത്രം ആംഗിലമാലേലിയ സ്വത്രം പ്രാർത്ഥന ഉണ്ടായിരുന്ന സ്വത്രം ഹാലേലിയ സ്വത്രം. അതുകൊണ്ട് സ്വത്ര ഹാലേലിയ സ്വത്രം ഈ ദിവസങ്ങളിൽ ഈ നാളുകളിൽ സ്വത്രം ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് സ്വത്രം. സ്വത്രം കൊടുക്കാനും പറയുന്നില്ല. സ്വത്രം 1-2 തിരുവചന ഭാഗങ്ങൾ വായിച്ചുള്ളൂ. വേഗത്തിൽ ദിവസം താണിരിക്കുന്ന സ്വത്രം ഹാലേലിയ. യാക്കോബിന്റെ ലേഖനം ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർ വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എല്ലാം എന്റെ നന്മയ്ക്കായും അറിയുന്നു. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എല്ലാം എന്റെ നന്മയ്ക്കായും അറിയുന്നു ഞാൻ. ഹല്ലേലൂയ സ്വത്രം. മഹാപരിശുദ്ധൻ നീതിമാനുമായ സ്വർഗ്ഗത്തിലെ നല്ല ദൈവമായ കർത്താവേ, വൈക്കപ്പെട്ട തിരുവചനം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇതിൽ കൂടി ദൈവത്തിന്റെ സാക്ഷ്യം സ്വത്രം സ്വത്രം ഈ കൂട്ടായ്മ കടന്നു എല്ലാ അവർക്ക് അനുഗ്രഹമായി ഉണ്ടായിരിക്കണം. ദേശത്തിനും തിരുവനന്തപുരം സഹായിക്കണം. അടിയനെ വിലപ്പെട്ടണം. അടിയനെ ഒരാളെന്ന് കണക്കിടാതെ വണ്ണം പരിശുദ്ധാത്മാ അവിടുത്തെ അടിയനെ സഹായിച്ചിട്ടുണ്ടാകും. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ അപ്പോസ്തലനായ സ്വത്രം യാക്കോബ് പറയുകയാണ്, സ്വത്രം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യരാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ സ്വത്രം. അവൻ കൊള്ളാവുന്നവനായി തിരഞ്ഞെടുത്ത ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. സ്വത്രം. അപ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. സ്വത്രം. എന്നാൽ അവർക്ക് ജീവകിരീടം പ്രാപിക്കും. സ്വത്രം. പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം തളർന്നു പോകാതെ വണ്ണം ഏത് പരീക്ഷക്കാലത്തും തളർന്നു വിടാതെ വണ്ണം നാം വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ നമുക്ക് ജീവകിരീടം പ്രാപിക്കും. സ്വത്രം. ഈ ജീവകിരീടത്തിനാണ് സ്വത്രം നാം ആരാധനക്കുണ്ടായി കടന്നു വരുന്നത്. സ്വത്രം തന്നെയുമല്ല, സ്വത്രം നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് സാരപ്പെട്ട് യേശുവിന്റെ കൂട്ടായ്മയിലായിരിക്കുന്നത്. സ്വത്രം. കടന്നു ചെല്ലണമെങ്കിൽ നാം യേശുവിന്റെ കൂടെ ആയിരിക്കണം. സ്വത്രം. അതുകൊണ്ട് സ്വന്തം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. സ്വത്രം. ജീവകിരീടം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഈ ജീവകിരീടത്തിൽ നമുക്ക് വാങ്ങുവാൻ കടന്നു പോകണം. സ്വത്രം. അനേക മത്സരങ്ങൾ നടക്കുന്നുണ്ട്. സ്വത്രം. ജയിക്കുന്നവർക്ക് മാത്രമാണ് സമ്മാനം കിട്ടുന്നത്. സ്വത്രം. ഹല്ലേലൂയ സ്വത്രം. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം ഒരു മത്സരമാണ്. സ്വത്രം.
ഹല്ലേലൂയ സ്തോത്രം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യർ ഭാഗ്യവാൻ. യോബ് ആമേ സർക്കാരാൽ പരീക്ഷിക്കപ്പെടുവാൻ കടമടയായി സ്തോത്രം. ഹല്ലേലൂയ തന്റെ സ്വത്രം സൗന്ദര്യമുള്ള ആമേ ഹല്ലേലൂയ ആമേ സ്വത്രം കർമ്മകുഞ്ഞുങ്ങളെല്ലാം ആമേ മരിച്ചു പോകാൻ നഷ്ടപ്പെടുവാൻ കടമടയായി സ്തോത്രം. തന്റെ മൃഗസമ്പത്തും സകല ആമേ ഹല്ലേലൂയ ആമേ ആമേ ധനവും സമ്പത്തെല്ലാം നഷ്ടപ്പെടുവാൻ ഇടയായി സ്വന്തം അവസാനം തന്റെ ഭാര്യ വരെയും തന്നെ തള്ളി പറയുവാൻ ഇടയായി സ്വത്രം. മനുഷ്യ ഇനിയെങ്കിലും ദൈവത്തെ തിരിച്ചുകളഞ്ഞൂടെ എന്ന് പറയുവാൻ ഇടയായി സ്വത്രം. പലരും പറയും സ്വത്രം ഇത്രയും നാൾ വിശ്വാസത്തിൽ കടന്നു നിൽക്കുന്നു എന്ത് ലാഭം, എന്തുകൊണ്ട് ആമേ ഹല്ലേലൂയ പ്രയോജനം സ്വത്രം ആമേ സ്വത്രം ആമേ ഹല്ലേലൂയ. പലരും പലതും പറഞ്ഞാലും സ്വന്തം നമുക്കൊരു വിശ്വാസമുണ്ട്, നമുക്കൊരു ജീവകിരീടമുണ്ട്. ആ ജീവകിരീടം ആമേ ദൈവത്തോട് പ്രാർത്ഥനയോടായിരിക്കണം സ്വത്രം. ആമേ ഹല്ലേലൂയ സ്വത്രം. ആമേ ഹല്ലേലൂയ. യോബ് ആമേ തന്റെ സ്വത്രം പരീക്ഷകാലത്തും ദൈവത്തോട് കൂടെയായിരുന്നു സ്വത്രം സ്വത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്വത്രം. നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ഹല്ലേലൂയ ഇരട്ടി മടങ്ങ് ആമേ ദൈവം നമുക്ക് തന്നു. ആമേ ഹല്ലേലൂയ നമ്മളെ ആമേ പരീക്ഷകാലത്ത് നമ്മൾ സ്വത്രം ഹല്ലേലൂയ സ്വത്രം. യോസേഫിനും ആമേ ദൈവം പരീക്ഷിക്കാൻ ഇടയായി സ്വത്രം. ഹല്ലേലൂയ സ്വത്രം. തന്റെ സഹോദരന്മാർ പട്ടക്കളത്തിൽ ഇടയായി സ്വത്രം. ഹല്ലേലൂയ സ്വത്രം. ആമേ ഹല്ലേലൂയ സ്വത്രം. ആമേ വിദ്വാൻ ഇടയായി സ്വത്രം. തന്നെയുമല്ല ആമേ ഭരത്തിൽ അവൻ ഹല്ലേലൂയ പരീക്ഷിക്കപ്പെടുവാൻ ഇടയായി സ്വത്രം. ഹല്ലേലൂയ അവരെല്ലാം പരീക്ഷ സഹിച്ചു സ്വത്രം. ഹല്ലേലൂയ ആരോടും ഗർഭധാവണ്ണം തന്റെ ആ ദർശനം ഹല്ലേലൂയ അത് ഹല്ലേലൂയ വെളിച്ചത്തുകൊണ്ട് വേണമെന്ന് പറഞ്ഞു ആമേ താൻ ഹല്ലേലൂയ ആമേ തന്റെ ആമേ സഹോദരന്മാരോട് ചില ആമേ വെളിപ്പാട് കാണുന്ന പറയുവാൻ ഇടയായി സ്വത്രം. സ്വത്രം. ആ വെളിപ്പാട് നിവർത്തിക്കുവാൻ ആമേ വിശ്വാസത്തിൽ പരീക്ഷ കടന്നു വന്നപ്പോഴും ഉറച്ചു നിൽക്കുവാൻ ഇടയായി. അതുകൊണ്ട് സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം. ആമേ യോസേഫിനെ സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കാൻ ഇടയായി സ്വത്രം. ഹല്ലേലൂയ ആമേ. അങ്ങനെയെങ്കിൽ ആമേ നാമം ആമേ ആമേ പരീക്ഷ സഹിച്ചാൽ നമുക്കും സ്വത്രം ഹല്ലേലൂയ ആമേ നമുക്കും നഷ്ടപ്പെട്ടതുപോയൊക്കെ നമുക്ക് ലഭിക്കുവാൻ ഇടയായി സ്വത്രം. നമ്മൾ ഏത് അവസ്ഥയിൽ വീണാലും ആമേ ആമേ അത് നമ്മളെ ഇന്ന് നശിച്ച് പരീക്ഷിച്ചാലും ആമേ ദൈവം നമ്മൾക്ക് വേണ്ടി ആമേ ഹല്ലേലൂയ കരുതുന്ന ദൈവമാണ് സ്വത്രം. സ്വത്രം. അതുകൊണ്ട് സ്വത്രം സ്വത്രം. ആമേ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കാൻ ഇടയായി സ്വത്രം. തന്റെ ഏകജാതനായ പുത്രനെ ആമേ ഹല്ലേലൂയ യാഗം കഴിക്കാൻ പറയുവാൻ ഇടയായി സ്വത്രം. ഹല്ലേലൂയ സ്വത്രം. അബ്രഹാം ദൈവത്താൽ ആമേ ഹല്ലേലൂയ തിരഞ്ഞെടുത്ത ആമേ ഹല്ലേലൂയ തന്റെ ഭക്തനായ സ്വത്രം. ജാതീയ മണ്ഡലത്തിൽ നിന്നും ആമേ ഹല്ലേലൂയ വിഗ്രഹാരാധനയുടെ നടുവിൽ നിന്നും അബ്രഹാം പിതാവിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു സ്വത്രം. ഞാൻ കാൺപാതിരിക്കുന്ന ദേശത്തേക്ക് ആമേ പുറപ്പെടുവാൻ പറഞ്ഞു. അനുസരണമുള്ളവരായ സ്വത്രം ഇറങ്ങി പുറപ്പെട്ടു. ഹല്ലേലൂയ സ്വത്രം. ആമേ ഹല്ലേലൂയ സ്വത്രം. ആമേ ഹല്ലേലൂയ. അതുകൊണ്ട് സ്വത്രം. അങ്ങനെ ഹല്ലേലൂയ ദൈവം ആമേ അബ്രഹാമിനെ അനുഗ്രഹിച്ചു സ്വത്രം. ഹല്ലേലൂയ സ്വത്രം. തന്നെ ആമേ ഏകജാതനായ മകനെ ആമേ ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവത്തിന്റെ വാക്കിനാൽ ആമേ യാഗത്തിനായി ഹല്ലേലൂയ സ്വത്രം കൊണ്ടുവന്നപ്പോൾ ഇടയായി സ്വത്രം. ഹല്ലേലൂയ സ്വത്രം. ആമേ തന്റെ മകൻ പറയാണ് അപ്പാ ഹല്ലേലൂയ വിറ കൊണ്ട് കത്തിയുണ്ട് സ്വത്രം. യാഗത്തിനുള്ള മൃഗമാണ്. ഹല്ലേലൂയ സ്വത്രം. ആമേ ഹല്ലേലൂയ സ്വത്രം. ആമേ അബ്രഹാം പറഞ്ഞ മകനെ ദൈവം കരുതിക്കൊള്ളും സ്വത്രം. ദൈവജനങ്ങളെ ആമേ ആമേ നമുക്ക് ആമേ നമ്മുടെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം നമ്മളെ കരുതും. ആമേ അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് അവൻ നിങ്ങൾക്കായി കരുതയാൽ നിങ്ങളുടെ സകല ചിന്താമാരികളും അവന്റെ പേരിൽ കൊടുക്കുക സ്വത്രം. അപ്പോൾ കരുതുന്ന ദൈവം സ്വർഗ്ഗത്തിലുള്ള സ്വത്രം. തന്റെ ഏകജാതനായ മകനെ സ്വത്രം യാഗത്തിന് വേണ്ടി സ്വത്രം വിറകിന്റെ ഹല്ലേലൂയ സ്വത്രം മുകളിൽ ആമേ കൈകാൽ കെട്ടി സ്വത്രം തന്നെ കത്തി ആമേ 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 ഊങ്ങി ഹല്ലേലൂയ സ്വത്രം. ആമേ ഹല്ലേലൂയ സ്വത്രം ആമേ സ്വത്രം ആമേ വെട്ടുവാൻ ഊങ്ങിയപ്പോൾ ആമേ അരുത് അരുത് വാന്റെ മുകളിൽ കൈവെക്കരുത് പറയുവാൻ ഇടയായി സ്വത്രം. ഹല്ലേലൂയ യേശുവിനെ അങ്ങനെ ഹല്ലേലൂയ ആമേ ദൈവമക്കളെ ആമേ ഹല്ലേലൂയ നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിശുദ്ധിയോടെ നിന്നാൽ ആമേ ഹല്ലേലൂയ ദൈവം നമ്മളെ വിളിക്കും സ്വത്രം. ആമേ മകളെ മകനെ എന്ന് നമ്മളെ
നമ്മളെ വിളിക്കുന്ന ഒരു സന്ദർഭം വരും. അതുകൊണ്ട് നാം ദൈവത്തിന്റെ സന്നിധി നാം വിശ്വസ്തയോട് നിൽക്കണം. സമൂഹനെ വിളിക്കുക ദൈവം നമ്മളെ വിളിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം. ദൈവജനമേ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നാളുകളിൽ ദൈവത്തിന്റെ സത്യത്തിന് വേണ്ടി നാം ദൈവത്തിൽ വിശ്വസ്തയോടെ നിൽക്കുക. അതുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അവൻ കൊള്ളാവുന്നതായി തിരഞ്ഞെടുത്ത് സ്തോത്രം ജീവന്റെ കിരീടം നമുക്ക് തരുവാൻ നമ്മുടെ യാകുന്ന സ്തോത്രം. പരീക്ഷിക്കപ്പെടുമ്പോൾ നാം ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു ആരും പറയരുത്. അപ്പോൾ സ്തോത്രം. ദൈവം പരീക്ഷിക്കപ്പെടുമ്പോൾ നാം ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നെന്ന് നാം പറയുവാൻ പാടില്ല. സ്തോത്രം. ജനങ്ങൾ പിറുകൊടുത്തു സ്തോത്രം മോശിച്ച് നടത്തിപ്പുകാരനായ മോശയോട് പിറുകൊടുക്കാൻ തക്കണമിടയായി സ്തോത്രം. അങ്ങനെ നമ്മുടെ നടത്തിപ്പുകാരോട് നാം പിറുകൊടുക്കാൻ പാടില്ല. സ്തോത്രം. വളരെ സ്നേഹത്തോടും വളരെ സന്തോഷത്തോടും സമാധാനത്തോടും വേണം നമ്മുടെ നടത്തിപ്പുകാരെ നമ്മൾ സ്തോത്രം അവരെ കൈക്കൊള്ളുന്ന സ്തോത്രം. സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജലമെടുത്താട്ടെ. അതുകൊണ്ട് ദൈവത്താൽ പരീക്ഷിക്കപ്പെടുക എന്നാണ് പറയുന്നത്. സ്തോത്രം. നാം സ്തോത്രം. എന്ത് പ്രയാസങ്ങൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും കടപ്പാടുകൾ വന്നാലും നാം പ്രതികൂലക്കേണ്ട കാര്യമില്ല. സ്തോത്രം. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെട്ട നിങ്ങളുടെ ആവശ്യം സ്തോത്രം കൂടെ അറിയിക്കുകയത്രേ വേണ്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ വണ്ണം നിങ്ങളുടെ ആവശ്യങ്ങൾ ആ സ്തോത്രത്തോട് അറിയിക്കുകയത്രേ വേണ്ടതെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. സ്തോത്രം. ഈ നാളുകളിൽ നമ്മുടെ വിഷയം ഏതായാലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം വിശ്വസത്തോട് ഏൽപ്പിച്ചാൽ വിശ്വസനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. സ്തോത്രം. ജീവകിരീടം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. അത് നമ്മൾ സ്തോത്രം പോയി വാങ്ങണം. സ്തോത്രം. സ്തോത്രം. ഈ കഴിഞ്ഞ നാളുകളിൽ ദൈവം പരീക്ഷിക്കാൻ തക്കണമിടയായി. സ്തോത്രം. പരീക്ഷാകാലത്തും ദൈവം നമുക്ക് വേണ്ടി കരുതും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം. സ്തോത്രം. വേണ്ടി ആ ജീവകിരീടം പ്രാപിക്കുവാൻ തക്കണം. സ്തോത്രം. സ്തോത്രം. ഇതിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു സ്തോത്രം മത്സരമോട്ടമാണ്. സ്തോത്രം. നമ്മൾ സഭയിലൊക്കെ താഴ്ത്തു പരിശോധനയൊക്കെ നടക്കുമ്പോൾ സ്തോത്രം പല സ്തോത്ര മത്സരങ്ങളുണ്ട്. സ്തോത്രം. അതിൽ ജയിക്കുന്നവർക്ക് സമ്മാനമുണ്ട്. സ്തോത്രം. സ്തോത്രം. എന്ന് പറയുന്നത് സ്തോത്രം പറയുന്നത് പോലെ സ്തോത്രം നാമം വിശ്വാസ ജീവിതത്തിലും ഒരു മത്സരമാണ്. ഈ മത്സരത്തിൽ നാം കാര്യത്തിൽ വീഴാതെ വണ്ണം നാം ദൈവത്തിൽ കുറച്ചു നിന്ന് ദൈവത്തിന്റെ സ്തോത്രം തിരിച്ചു നിധിയിൽ ദൈവത്തിന്റെ വാക്യങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കണം. നാം വിശ്വസ്തരായിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നാം ദൈവത്തോട് സ്തോത്രം സ്തോത്രം ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് സ്തോത്രം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ദൈവം നമ്മളെ അതിനായിരിക്കും സഹായിക്കാൻ ചെയ്യുമാറാക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം. സ്തോത്രത്തിന് നേരം ദൈവത്തെ സംസാരിക്കാൻ അവസരം തന്നെ ദൈവാസനം പ്രധാനപ്പെട്ട ദൈവതരത്തിലും നിങ്ങൾ ഓരോരുത്തരും എനിക്കൊണ്ട് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം വിളിക്കായി നമ്മുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിലാക്കി ദൈവം നമ്മളെ സഹായിക്കാൻ അനുഗ്രഹിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്. രാത്രികാലം ഒരു 1.5 ആഴ്ചക്കാലവും ഹോസ്പിറ്റലിൽ നല്ല അഭയം തേടി ആയിരുന്ന ഒരു വ്യക്തിയാണ്. നമ്മളോടൊപ്പം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൊടുത്ത വലിയ ബലത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതിനപ്പുറം എനിക്ക് വലിയ സന്തോഷമായ കാര്യം ഒരു കാലഘട്ടത്തിൽ ജാതികളായിരുന്ന മേഖലയിൽ നിന്നും സ്വർഗം വിളിച്ച് വേർതിരിച്ച് ഇങ്ങനെ വേദികളിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ദൈവം വിടുവിച്ച വിടുതലുകളെ കുറിച്ച്, ദൈവത്തിൻ്റെ നന്മകളെ കുറിച്ചൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ കർത്താവ് കൊടുത്ത വലിയ കാഴ്ചപ്പാടിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ പണ്ഡിതനോ വലിയ കാര്യങ്ങളൊന്നും അറിയാം എന്നുള്ളതൊന്നുമല്ല. വലിയ വിദ്യാഭ്യാസ മേഖലകളൊന്നുമുള്ള ഒന്നുമല്ല. കാരണം ദൈവം കൊടുത്ത കൃപയാണ്.
ആമേൻ. ഹല്ലേലൂയ. അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങയുടെ സ്തോത്രം. ഇനി കർത്താവ് തന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പസമയം കൊണ്ട് നമുക്ക് ആമേൻ ജനോദരയുടെ വാക്യം വായിച്ച് ആമേൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അങ്ങയുടെ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം എടുത്താണ്. ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ. അതിന്റെ 37-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിച്ചു. 37:4. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു. അപ്പൻ ഞങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു പരാതി പോലെ, ഒരു മുൻ വൈരാഗ്യം പോലെ തന്റെ സഹോദരന്മാർ പറയുന്ന വാക്കാണ് നമ്മൾ അവിടെ കേട്ട് വായിച്ചു കേട്ടത്. പ്രീസനോ ഒന്നുകൂടെ വായിച്ചോ. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പനെ കുറിച്ച് മക്കൾ ഹല്ലേലൂയ പറയുന്ന വാക്കാണ്. ഹല്ലേലൂയ. അപ്പൻ ഞങ്ങളെക്കൊക്കെ ഉപരിയായി, ഞങ്ങളെ സ്നേഹിക്കുന്നതിനും അപ്പുറമായി അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ. ഇത് രാത്രികാലം തിരിച്ചറിയണം. ആമേൻ. ഹല്ലേലൂയ. ഭവനത്തിനകത്തളങ്ങളിൽ തലമുറകൾ തമ്മിൽ ഹല്ലേലൂയ ആമേൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആമേൻ കത്തിയെടുക്കാൻ നീ കാരണമായി മാറുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ തമ്മിൽ മുഖത്തോട് മുഖം നോക്കി ആമേൻ സന്തോഷം ഇല്ലാതാക്കാൻ നീ തയ്യാറാകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അപ്പൻ ആമേൻ ഞങ്ങളെക്കാൾ ഉപരിയായി അവനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവനെ എന്ത് ചെയ്തു? പകച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? പകച്ചത്. ഞങ്ങൾക്ക് കിട്ടുന്നതിന് അധികമായ ഒരു സ്നേഹം അവന് കൊടുത്തു. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നമ്മുടെ പരിസരങ്ങളിൽ നടക്കുന്ന, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആമീൻ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 മക്കളുണ്ടെങ്കിൽ 3 മക്കളുണ്ടെങ്കിൽ ആമീൻ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ യൂറോപ്പിലുള്ള മകനെ ചെയ്യും അധികമായി സ്നേഹിക്കും. ആമീൻ. യൂറോപ്പിൽ ആമീൻ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന മരുമകളെ ചെയ്യും അധികമായി സ്നേഹിക്കും. ആമീൻ. അവൻ നിന്റെ ഭവനത്തിനകത്തിറങ്ങുന്ന നിന്നോടൊപ്പം അവൻ റബ്ബറും വെട്ടി അവൻ അല്ലെങ്കിൽ ഒട്ടുകൾക്ക് നാറ്റമുള്ളവനെ ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമീൻ. ഒരു വേർതിരിവ് കാണിക്കുക, ഒരു വേർതിരിവ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതിന് മുകളിലോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് അപ്പന്റെ ആമീൻ അഭിപ്രായങ്ങളാണ്. വാർദ്ധക്യത്തിലുള്ള മകനായതുകൊണ്ട്, വാർദ്ധക്യത്തിൽ ജനിച്ച മകനായതുകൊണ്ട് അപ്പൻ എന്ത് ചെയ്തു? അവനെ അധികമായി സ്നേഹിച്ചു. അതിന് മുകളിലോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇവൻ തന്റെ 2 ഭാര്യമാരുടെ മക്കളോടൊപ്പം ഇവരും ആടിനെ മേയ്ക്കാൻ മരുഭൂമികളിൽ പോകുമ്പോൾ അവൻ മറ്റുള്ള മക്കൾ അവൻ സംസാരിക്കുന്നത് വന്നെന്ത് ചെയ്യും? അപ്പനോട് വിളിക്കും. അതപ്പൻ്റെ സന്തോഷം. ഹല്ലേലൂയ. അവൻ അപ്പനെ കുറിച്ചോ ഭവനത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചോ അവൻ മറ്റുള്ളവർ സഹോദരങ്ങൾ ഒരുമിച്ച് സംസാരിക്കുന്നത് ഇവനെയും കേട്ടിട്ട് വന്ന് അപ്പനോട് രഹസ്യമായി കൈമാറും. ഹല്ലേലൂയ. ഇങ്ങനെയുണ്ട് ചില ഭവനങ്ങൾ, ഇങ്ങനെയുണ്ട് ചില തലമുറകൾ, ഇങ്ങനെയുണ്ട് ചില അപ്പന്മാർ. ഹല്ലേലൂയ. ഇങ്ങനെയുണ്ട് ചില ദൈവദാസന്മാർ, ഇങ്ങനെയുണ്ട് ചില സഹോദരന്മാർ. നമ്മൾ കൂടെ ഇരുന്നതെയും സന്തോഷവാക്കുകളൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പിരിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഹല്ലേലൂയ വേർപെട്ട് ചെന്നിട്ട് പറയും ആമീൻ ഹല്ലേലൂയ. ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ആ വ്യക്തി അല്ലെങ്കിൽ ഇന്നയാള് അല്ലെങ്കിൽ ഇന്ന സഹോദരൻ പറയുന്നത് കേട്ടു എന്ന് പറയുന്നവർ ഉണ്ട്.
അല്ലെങ്കിൽ ഒരുമിച്ച് ആരാധന കഴിഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് അവൻ പാസ്റ്ററോട് ചെന്നതയും ചിലരെയും പേഴ്സണായി പറയും. ആ വിദ്യ മറ്റേ വിദ്യ ആ പുള്ളിക്കാരൻ അങ്ങനെയാണെന്ന് പറഞ്ഞ് അവൻ ഹല്ലേലൂയ ദുർശീലങ്ങൾ പറഞ്ഞു കൊടുത്ത് ഹൃദയത്തെ അവൻ കഠിനപ്പെടുത്തുന്നതായ അവസ്ഥ അവൻ നമ്മൾ വായിച്ചു കേട്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പറയുന്നു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? അധികമായി അവനെ സ്നേഹിച്ചു. ഇവനൊരു അങ്കി കൂടെ വാങ്ങിച്ചു. ഹല്ലേലൂയ. ഭവനത്തിനകത്തളങ്ങളിൽ ആമേൻ 5 പേരുണ്ടെങ്കിൽ 4 പേരുണ്ടെങ്കിൽ 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളെയും ഈ അപ്പൻ എന്ത് ചെയ്തു? 4 കൊമ്പിലാക്കി മാറ്റി. ഹല്ലേലൂയ. അതിനുപരിയായി അപ്പൻ പറയുകയാണ്, നിനക്കൊരു അങ്കി കൂടി ഇരിക്കട്ടെ മോനെ. ഇതും കൂടെ ഈ മകന്റെ മേൽ വീണപ്പോൾ സഹോദരങ്ങൾ അവനെ വിരൽ ചൂണ്ടാൻ തുടങ്ങി. അവരെ പറയുന്നു, ഇവൻ നമ്മളോടൊപ്പം ഇരിക്കും, നമുക്ക് ശരിയല്ല, നന്നല്ല, നമുക്കത്ര സുഖമാകത്തില്ല. ഇവൻ അപ്പന്റെ പ്രിയപ്പെട്ടവനായിരിക്കുകയാണ്, ഏറ്റവും കൂടുതലും സ്നേഹിക്കുന്നവനെയാണ്, ഇവനെയാണ് കരുതുന്നവനെയാണ് വല്ലതുമൊക്കെ കൊടുക്കുന്നത്. കണ്ടില്ലേ? ഹല്ലേലൂയ. അപ്പൻ കാശ് മുടക്കി ഹല്ലേലൂയ ഒരു അങ്കി വാങ്ങിച്ച് നമുക്കൊക്കെ തരാനുള്ളത് നമുക്ക് ആർക്കും കിട്ടിയില്ലല്ലോ, ഇവന് കൊടുത്തല്ലോ എന്നുള്ളതായിരിക്കുന്ന ഒരു വൈഷമ്യവും കൂടെ അകത്തങ്ങളിൽ വരാനുണ്ടായിരുന്നു. പോരാ. അതിന്റെ 5-ാം വാക്യം വായിച്ചു. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. പകയും വിദ്വേഷവും വൈരാഗ്യവും ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുമ്പോൾ അവൻ അടുത്തതായിരിക്കുന്ന ഒരു ഹല്ലേലൂയ വാർത്ത സഹോദരന്മാരുടെ ഇടയിലേക്ക് വരികയാണ്. യോസേഫ് ഒരു സ്വപ്നം കാണുകയാണ്. ഹല്ലേലൂയ. ഇതിന്റെ പിന്നിൽ തമ്പുരാന് വലിയ പദ്ധതികളുണ്ട്. നമ്മൾ വിചാരിക്കും യോസേഫിന് അങ്കി കൊടുത്തു, യോസേഫ് സ്വപ്നം കണ്ടു, യോസേഫ് വാർദ്ധക്യത്തിലുള്ള മകനായതുകൊണ്ട് വളരെ സ്നേഹിച്ചു. പക്ഷേ ഇതിന്റെ പിന്നിൽ അഗാധമായിരിക്കുന്ന ഗൂഢമായിരിക്കുന്ന ഒരു കാര്യം ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ഇവനെ അധികമായി സ്നേഹിക്കുകയും ഇവൻ അങ്കി കൊടുക്കുകയും ഇവനെ അപ്പനോട് അടുത്തിരിക്കുകയൊക്കെ ചെയ്യാൻ കാരണം. അവിടെ വായിക്കുന്നു, യോസേഫ് ഒരു സ്വപ്നം കണ്ടു, അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് ഇതൊന്നും പോരാന് അടുത്തത് ഈ സ്വപ്നം കൂടെ ചെന്ന് സഹോദരന്മാരോട് പറയുകയാണ്. ജീസസ് ഹല്ലേലൂയ. ഈ സ്വപ്നം കൂടെ കണ്ട് പറയുമ്പോൾ സഹോദരന്മാർ അവനെ പിന്നെയും അധികം പകച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ചിലത് നമ്മൾ പറയേണ്ടിടത്ത് നമ്മൾ പറയത്തില്ല, പറയേണ്ടടുത്ത് പറയും. പറയേണ്ടിടത്ത് ചെന്നിടത്ത് എന്തെന്ത് ചെയ്യും? നമ്മൾ പറയേണ്ടിടത്ത് നമ്മൾ പറയത്തില്ല. നമുക്ക് വേണ്ടി പാര വെക്കുന്നവരിടത്ത് എന്ത് ചെയ്യും? നമ്മൾ ഇതെല്ലാം യാഥാർത്ഥ്യമുണ്ടാകും. പക്ഷെ പറയേണ്ടിടത്ത് നമ്മൾ എന്ത് ചെയ്തില്ല? പറയത്തില്ല. ഹിസ്കിയാവിന് അങ്ങനെ പറ്റി. ഹിസ്കിയാവ് ഹല്ലേലൂയ മരണത്തിൽ നിന്നൊക്കെ വിടുവിക്കപ്പെട്ട് അവൻ സൗഖ്യത്തിലിരിക്കും. ഒരു കൂട്ടം ജനം ഒരു കൂട്ടം ഹല്ലേലൂയ പ്രിയപ്പെട്ടവരവന്റെ അടുക്കൽ വന്നിട്ട് സൗഖ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കുശലങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഹിസ്കിയാവ് വളരെ ആഗമം കഴിഞ്ഞിട്ട് ഹിസ്കിയാവ് ഇവരെ വിളിച്ചു കൊണ്ടുപോയി കൊട്ടാരത്തിനകത്തളങ്ങളെ കൊണ്ട് സകലതും എന്ത് ചെയ്തു? കാണിച്ചു. കാണിക്കാൻ പാടില്ലാത്തതും സകലതും തുറന്ന് അവരെ കാണിച്ചു കൊടുത്തിട്ട് അവരോട് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യെശയ്യാവ് കടന്നു വന്നു. രാജാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവരാരാണ്? ഇവരെവിടുന്ന് വന്നു? നിന്നോട് എന്തൊക്കെ ആവശ്യപ്പെട്ടു? നിന്നോട് എന്തൊക്കെ ചോദിച്ചു? എന്തൊക്കെ അവരെ കാണിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹിസ്കിയാവ് പറഞ്ഞു, ഞാൻ എല്ലാം എന്ത് ചെയ്തു?
ആമേൻ ഹല്ലേലൂയ. ആമേൻ യെശയ്യാ പറയുന്നു ആമേൻ കാലങ്ങൾ കഴിയുന്നതിന് മുൻപേ ആമേൻ ഹല്ലേലൂയ ഈ വന്നിരിക്കുന്നത് ആരാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ വന്നിരിക്കുന്നത് ഒറ്റുകാലാണ്. ഇത് നിന്നെ തകർത്ത് കളയാൻ, നിന്റെ നന്മകളെ ഇല്ലാതാക്കി കളയാൻ, മുടിച്ചു കളയാൻ, ആമേൻ കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ വന്നവരാണെന്ന് നീ തിരിച്ചറിഞ്ഞില്ല. നീ വന്നവരോട് ആമേൻ വിശ്വസ്തത കണ്ട് സകലതും നിന്റെ ഹൃദയം അതിന് തുറന്ന് പറയാനിടയായത് കൊണ്ട് അവൻ നാളുകൾ കഴിയുന്നതിന് മുൻപേ നന്മകളെയും അവൻ നിന്റെ ചില തലമുറകളെയും നീയും പിടിച്ചു കെട്ടിക്കൊണ്ടുപോകും. ആമേൻ. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ചതാണ് പറയേണ്ടതല്ല അവൻ പറഞ്ഞത്. അവൻ തന്റെ സഹോദരന്മാരോട് പറയുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു. ഹല്ലേലൂയ. വായിച്ചോ. അവൻ യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരനോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം എന്തെയോ നിങ്ങൾ കേട്ടുകൊള്ളി. നാം ഒരുമിച്ച് വയലിൽ കറ്റ കെട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ കറ്റ കെട്ടി നമ്മൾ വയലിൽ ഇങ്ങനെ ഓരോ കറ്റകൾ കെട്ടി വയലിൽ ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് പോകുകയാണ്. അല്ലെങ്കിൽ ഇട്ടിട്ട് പോകുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ വരിയിൽ ഞാൻ കറ്റ കെട്ടി ഇട്ടത് അവൻ എഴുന്നേറ്റ് നിൽക്കുന്നതായി ഞാനൊരു സ്വപ്നം കാണുകയാണ്. അത് ഈ സഹോദരന്മാരെ വല്ലാതെ പിടിച്ചുലച്ചു. പക്ഷെ യവനകത്തകങ്ങളിൽ വലിയ അതിന്റെ കാഴ്ചപ്പാടുകളില്ലാത്തത് കൊണ്ട് ഇവരോട് പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇവർ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും യോസേഫ് മനസ്സിലാക്കാതെ അവൻ തന്റെ സഹോദരന്മാരോട് കൈമാറുകയാണ്. പറയുന്നു അവൻ എന്റെ കറ്റകൾ എഴുന്നേറ്റ് നിന്നു. അവൻ നിങ്ങളുടെ കറ്റകളൊക്കെ ചുറ്റും നിന്നുകൊണ്ട് എന്റെ കറ്റയെ നമസ്കരിക്കുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു. അസാധാരണമായ സ്വപ്നമാണ്. അല്ലെങ്കിൽ ദൈവം ഭാവിയിൽ അല്ലെങ്കിൽ ഭാവി കാലത്ത് യോസേഫിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, യോസേഫിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന നന്മയെ കുറിച്ച് മുൻകൂട്ടി കൊടുത്ത ഒരു ദർശനമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. ഇത് തന്റെ സഹോദരന്മാരോട് കൈമാറിയപ്പോഴാണ് അവിടെ പ്രശ്നങ്ങളെ ആരംഭം തുടങ്ങിയത്. ഇന്ന് രാത്രികാലം ഒന്ന് തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ചില ദൈവിക വെളിപ്പാടുകളും ദൈവിക കാഴ്ചപ്പാടുകളും ദൈവം തമ്പുരാൻ തരുമ്പോൾ അവൻ എല്ലാവരോടും അത് കൈമാറരുത്. എല്ലാവരോടും കൈമാറിക്കഴിഞ്ഞാൽ അത് നിനക്ക് വിരോധമായി എഴുന്നേൽക്കാൻ ഇടയായിത്തീരും. അവൻ നിനക്ക് നേരെ വാളെടുക്കാൻ ഇടയായിത്തീരും. നിന്നെ തകർത്ത് കളയാൻ ഇടയായിത്തീരും. അവൻ നിന്നെ മുടിച്ചു കളയാൻ ഇടയായിത്തീരും. എങ്ങനെയെങ്കിലും നിന്നെ തകർത്ത് കളയാനുള്ളതായിരിക്കുന്ന വട്ടം കൂട്ടുകൾ ചിലരുണ്ടാക്കും. അതുകൊണ്ട് അവൻ ചില വെളിപ്പാടുകൾ തമ്പുരാൻ തരുന്നത് ഭാവി കാലത്ത് അവൻ നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച്, നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന നന്മകളെ കുറിച്ച് തമ്പുരാൻ തരുന്ന വാഗ്ദത്തത്തെ നീ മറ്റുള്ളവരുടെ മുന്നിൽ കൈമാറിയാൽ ജീസസ് ഹല്ലേലൂയ. ചിലര് പറയും അവൻ ചില ദൂതുകൾ, ചില ദൈവത്തിന്റെ ആത്മാവ് ചിലരിൽ കൂടി ദൂതുകൾ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ ഈ ദൂത് കേട്ടിട്ട് ചിലർ വന്നിട്ടില്ലാത്തവരോട് അല്ലെങ്കിൽ അന്നത്തെ പ്രാർത്ഥനയും വന്നിട്ടില്ലാത്തവരോട് പറയും, അവൻ ഇന്നലെ എന്ത് ചെയ്തത്, എന്നോട് നല്ല ദൂതാ സംസാരിച്ചത്. അവൻ ഹല്ലേലൂയ. അപ്പോൾ അത് കേട്ട് ഭയങ്കര ആശയോട് എന്താണ് അത് കേട്ടെ, ഇത് നന്മയെ കുറിച്ചാണോ അവനോട് പറഞ്ഞത്, ഇവിടെ പരാജയത്തെ കുറിച്ചാണോ പറഞ്ഞതെന്നാണ് ചിന്ത. അതിൽ അടുത്ത ചിന്ത ഹല്ലേലൂയ, ഇവിടെ നന്മയെ കുറിച്ചാണോ പരാജയത്തെ കുറിച്ചാണോ അറിയണം. അതുകൊണ്ട് ചോദിക്കും എന്താണ് ദൂത് പറഞ്ഞത്. നമ്മൾ പറയും നമ്മൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആഹാ എന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ.
ഇത് ഹൃദയത്തിനകത്തളങ്ങളിൽ ഇട്ട് നീറിക്കൊണ്ടിരിക്കും. പിന്നെ അവളോട് അങ്ങനെ പറഞ്ഞു, അവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു, അവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു, അവന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകുമെന്ന് പറഞ്ഞു, അവന്റെ ജീവിതത്തിൽ വഴികളെ വാതിൽ തുറന്നു വരുമെന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മളോട് അകത്തളങ്ങളിൽ പല്ല് ഞവറുന്നതായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ നമ്മൾ വരാതിരിക്കാൻ സൂക്ഷിക്കുക. ഹല്ലേലൂയ. ഇവിടെ തന്റെ സഹോദരന്മാരായിരിക്കുന്ന തന്റെ രക്തബന്ധങ്ങളോട് താൻ പറയുക, മറ്റുള്ളവരോടല്ല, തന്റെ രക്തബന്ധങ്ങളോട് താൻ കൈമാറുന്നു. ഞാൻ കണ്ട വെളിപ്പാടുകൾ ഇതാണ്. ഇതെന്ന് പറയുമ്പോൾ അടുത്തത് വാക്യം വായിച്ചു. അടുത്ത ചോദ്യം അവനോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. പാവപ്പെട്ടവനായ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പണ്ടുള്ളവർ പറയുന്നില്ലേ, പിടുക്കുന്നില്ലും തുറക്കാത്തവനായിരിക്കുന്ന ഈ മനുഷ്യനോട് അവർ ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതാണ്, നീ ഞങ്ങൾക്ക് രാജാവോ? ജീസസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞോണം. ദൂതുകൾ കേൾക്കുമ്പോൾ, ദൈവം നിന്നോട് വെളിപ്പാടുകൾ തരുമ്പോൾ ചിലത് കൈമാറാൻ ഹല്ലേലൂയ നീ ആലോചിച്ച് കൈമാറാവൂ. ഹല്ലേലൂയ. നീ പറയേണ്ടടുത്ത് പറയാവൂ. ഹല്ലേലൂയ. പറയാൻ കൊള്ളാത്തടത്ത് നീ പറയരുത്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? നിനക്കെതിരെ പ്രതികൂലമായി എഴുന്നേൽക്കാൻ പോകും. യേശുവിന്റെ നാമത്തിൽ ഈ വാർത്ത, ഈ വെളിപ്പാടിന്റെ പോയെന്നവൻ പറയുമ്പോൾ തന്നെ അവന് സഹോദരന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുമോ? നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുമോ? അടുത്തത് ചോദിക്കുന്നു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുമോ? നീ ഞങ്ങൾക്ക് വാഴുമോ? ഞങ്ങളിൽ വാഴുമോ? അവന്റെ സ്വപ്നം നിമിത്തം, അവൻ പറഞ്ഞ വാക്കുകൾ നിമിത്തം പിന്നെയും അവനോട് ദേഷ്യപ്പെടാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ദൂതുകൾ നിന്റെ മേൽ വരുമ്പോൾ, ചില വെളിപ്പാടുകൾ നിന്റെ മേൽ വരുമ്പോൾ, അത് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട്, അത് നന്നായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവേ, ആരുടെ അടുക്കൽ ഞാൻ കൈമാറണം? ഹല്ലേലൂയ. നിന്റെ ഹിതമില്ലാത്തവരുടെ ആരുടെയും അടുക്കൽ ഞാനിത് കൈമാറുവാൻ ഇടവരരുത്. കാരണം ഹല്ലേലൂയ അകത്തളങ്ങളിൽ എന്തൊക്കെയോ ദൈവപ്രവൃത്തികൾ നടക്കാൻ പോകുന്നുണ്ട്. ഇതിനകത്തളങ്ങളിൽ എന്തൊക്കെയോ എനിക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇത് ആരുടെ അടുക്കൽ കൈമാറണമെന്ന് നീ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ കൈമാറാം. അവൻ ഈ സ്വപ്നം കേട്ടപ്പോൾ ആദ്യം അവനോട് ദേഷ്യപ്പെട്ടതാണ് വായിച്ചത്. അടുത്തത് അവൻ അടുത്ത ഒരു സ്വപ്നം കാണുകയാണ്. സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അടുത്ത സ്വപ്നം തമ്പുരാൻ കൊടുക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, അവൻ തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ യവനിൽ കൂടെ വേണമെന്ന് ചെയ്യാൻ അത് താനിൽ പുറത്തു വരാം. അബ്രഹാമിനോട് തമ്പുരാൻ വിളിച്ചു വേദനിച്ച് പുറത്തു കൊണ്ടുവരും പറയുന്ന ഒരു കാര്യമുണ്ട്. നീ സന്താനപുഷ്ടിയുള്ളവനായി മാറും. ഹല്ലേലൂയ. നീ ജനത്തിന്റെ ദൈവജനത്തിന്റെ അപ്പനായി മാറും. ഹല്ലേലൂയ. നിന്റെ തലമുറകൾ മിസ്രയീമിൽ അടിമത്തത്തിൽ പോകും. ഹല്ലേലൂയ. പക്ഷേ 4ാം തലമുറ, അവിടെ നിന്ന് 4ാം തലമുറ അനുഗ്രഹിക്കപ്പെട്ടവരായി അവിടുന്ന് മിസ്രയീമിന്റെ കൊള്ളകളെ പിടിച്ചെടുത്തുകൊണ്ട് മടങ്ങി വരും എന്നൊരു ദൂതും ഹല്ലേലൂയ അവന്റെ പിതാക്കന്മാരുടെ പേരിൽ വീണിട്ടുണ്ട്. ഈ ദൂതിനെ നിവർത്തീകരിക്കാൻ തമ്പുരാൻ കൊണ്ടുവരുന്ന പദ്ധതികളാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു ദൂത് തലമുറകൾക്ക് മുൻപ് ഹല്ലേലൂയ നമ്മുടെ മേൽ വീണിട്ടുണ്ടെങ്കിൽ ആ ദൂതിനെ നിവർത്തീകരിക്കാൻ ദൈവം ചില പദ്ധതികൾ ഒരുക്കി കൊണ്ടുവരും.
Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞുതരാം, അതിന്റെ ഉദാഹരണം പറഞ്ഞുതരാം. ആമേൻ. ബേബിച്ചാൻ, ആമേൻ, ഹല്ലേലൂയ. Praise God. ബേബിച്ചാൻ നല്ല സമയത്ത് വിവാഹം കഴിച്ച് ആമേൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന മുൻപ് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് തന്നോട് പറയുന്നു, ആമേൻ നിനക്കൊരു തലമുറ ഉണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. അതൊരു ആൺ തലമുറയായിരിക്കും. അവൻ എന്റെ ശുശ്രൂഷകനായി മാറും. അവൻ എന്റെ വേല ചെയ്യും. അവൻ പട്ടണങ്ങളിൽ പോകും. അവൻ അവൻ രാജ്യങ്ങളിലേക്ക് പോകും. അവൻ സംസ്ഥാനങ്ങളിലേക്ക് പോകും. അവൻ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദൂത് പറയുകയാണ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ദൂതിനെ നമ്മൾ എന്ത് ചെയ്യും? മറന്നു. തമ്പുരാൻ മറക്കത്തില്ല. ഈ ദൂതിനെ നിവർത്തീകരിക്കാൻ തമ്പുരാൻ ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞു ഒരു തലമുറ ജനിച്ചു. ഹല്ലേലൂയ. ആ തലമുറയെ ബേബിച്ചേട്ടൻ ദൂതം മറന്നുപോയി കാണുമായിരിക്കും. ബേബിച്ചേട്ടനെ വാസിച്ച് സന്തോഷത്തോടെ അവൻ ആവശ്യങ്ങളെല്ലാം നൽകി കൊടുത്ത് അവനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും. ഹല്ലേലൂയ. തന്റെ മനസ്സിലെ ഉദ്ദേശം എന്തൊക്കെയായിരിക്കും? അവന് ആ ദൂതായിരിക്കത്തില്ല, മറ്റുള്ള കാര്യങ്ങളായിരിക്കും. എന്റെ മകനെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലേക്ക് കൊണ്ടുവരണം, നല്ലൊരു ജോലി ഉണ്ടാകണം, അവൻ നല്ല സമ്പന്നത്തിൽ വരണം, അവൻ നല്ലൊരു ഭവനം എനിക്ക് പണിയണം. ഹല്ലേലൂയ. എന്റെ മോനും എനിക്കും കൂടെ ചെയ്യണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ നല്ല നിലവാരത്തിലേക്ക് അവൻ വരുമ്പോ എനിക്കും അവനും കൂടെ ഒരു നല്ല കാറൊക്കെ മേടിച്ച് അതിനകത്ത് ചെയ്യണം, ഈ യാത്ര ചെയ്യണം നാട്ടിൽ കൂടെ. ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ചിന്തകളും ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ആ നിലവാരത്തിലായിരിക്കും നമ്മൾ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ തമ്പുരാന്റെ ആലോചന തമ്പുരാൻ മറന്നു കളയത്തില്ല, വിട്ടു കളയത്തില്ല. അതിൻ്റെതായിരിക്കുന്ന സമയം വരുമ്പോ ചിലപ്പോൾ ജോലി കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ വലിയ വീട് വെച്ചെന്നിരിക്കും, ചിലപ്പോൾ നല്ല കാറ് മേടിച്ചെന്നിരിക്കും. പക്ഷേ ഇതൊന്നുമല്ല ദൈവത്തിന്റെ പ്രശ്നം. തമ്പുരാൻ പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുവന്നു. ചിലപ്പോൾ ജോലിയുടെ മധ്യത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും തന്റെ ജീവിതത്തിൽ അകത്തളങ്ങളിൽ ഒരു ബിൽഡിംഗ്. എനിക്ക് എന്റെ ദൈവത്തിന്റെ വേല ചെയ്യണം, എനിക്ക് എന്റെ കർത്താവിന് വേണ്ടി നിൽക്കണം. ഈ ജോലി ഇനി എനിക്ക് വേണ്ട. ദൈവം ഹൃദയത്തോട് സംസാരിക്കും. അച്ഛന്റെ ചിന്ത വേറെയായിരിക്കും. പക്ഷെ ഒരു സുഖമാത്തി കാണാം, മകൻ കടന്നു വന്നിട്ട് വരും, അപ്പൊ ഞാൻ ജോലി ചെയ്തു വിശ്രമിക്കും. എനിക്കിനിയും ഞാൻ ജോലിക്ക് പോകാൻ കഴിയത്തില്ല, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അവിടെ ചെന്ന് ആ സീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആ ജോലി ചെയ്യാൻ എനിക്ക് അതിൻ്റെതായിരിക്കുന്ന താല്പര്യം വരുന്നില്ല. എന്റെ ഹൃദയത്തിനകത്തിറങ്ങ വല്ലാത്തൊരു പ്രയാസമാണ്, എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നത് എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്നാണ്. ഹല്ലേലൂയ. വർഷങ്ങൾ കഴിഞ്ഞു, നാളുകൾ കഴിഞ്ഞു. തമ്പുരാൻ പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് തലമുറയെ ചെയ്തു കറങ്ങി അടിച്ച് തമ്പുരാൻ പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ. അത് തന്നെയാണ് ഇവിടെ. ഹല്ലേലൂയ. തമ്പുരാൻ പറയുന്നു, ശൂന്യരുടെ നടുവിൽ നിന്നുകൊണ്ട് അബ്രഹാമിനോട് പറയുകയാണ്, തന്റെ ഭാര്യയുടെ വലത്തെ കഴുത്തെ പിടിച്ചുകൊണ്ട് അബ്രഹാം നിൽക്കുകയാണ്. തലമുറകളിൽ നാളുകളായി പ്രായം ചെന്നു നിൽക്കുകയാണ്. അവരുടേതായിരിക്കുന്ന കുട്ടികൾ ജനിക്കേണ്ടതായിരിക്കുന്ന മുറകളെല്ലാം മാറിപ്പോയി. ഇതെല്ലാം നിന്നുപോയി. ആ സമയത്ത് തമ്പുരാൻ പറയുന്നു, ഹല്ലേലൂയ, അബ്രഹാമേ നീ ഭയപ്പെടണ്ട, ഹല്ലേലൂയ, നിനക്കൊരു തലമുറയെ ഞാൻ തരും. ആ തലമുറയിൽ കൂടെ ഒരു വലിയ ജനസമൂഹം പുറത്തേക്ക് വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ ജനസമൂഹം ഹല്ലേലൂയ, ജനസമൂഹത്തിന്റെ അപ്പനായി നീ മാറാൻ പോകുകയാണ്. ഒരു പൈതന്റെ അപ്പനല്ല, ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ ഹല്ലേലൂയ, ലക്ഷക്കണക്കിന് ജനത്തിന്റെ ദൈവമക്കളുടെ പിതാവായി നിന്നെ മാറ്റാൻ പോകുകയാണെന്നുള്ള ദൂത് പിറകിൽ കിടക്കുകയാണ്. ആ ദൂതിന്റെ അവസാനമാണ് ഇവിടെ നാം വായിച്ചു കേൾക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിനെ ഹല്ലേലൂയ മകനായി ജനിച്ച ഹല്ലേലൂയ യോസേഫിൽ കൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ആ ഹല്ലേലൂയ, ആ യോസേഫിൽ കൂടെ തമ്പുരാൻ പറഞ്ഞ ഹല്ലേലൂയ ചില കൊള്ളയുമായി നാലാം തലമുറ പുറപ്പെടുന്ന
ജനിക്കുന്നതിന് മുമ്പേ തമ്പുരാൻ പറയുക, അവൻ നിന്റെ തലമുറയെ അവൻ മിസ്രൈമിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് 4-ാം തലമുറയെ ഞാൻ അനുഗ്രഹത്തോടെ പുറപ്പെടുവിക്കും. ആമേൻ. ഒരു വലിയ അല്ലെങ്കിൽ മുൻപോട്ട് പോയി ഒരു ജനറേഷനെ കുറിച്ച് തമ്പുരാൻ പറയുക. 4-ാം തലമുറ ഒരു മനുഷ്യന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഒരു മനുഷ്യന് പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു അസാധാരണമായ ദൈവത്തിന്റെ ദൂത തമ്പുരാൻ പറയുകയാണ്. അതാണ് തമ്പുരാൻ പറയുന്നത്, അസാധ്യതയെ സാധ്യമാക്കാൻ കഴിവുള്ളവരാണ് ഞാൻ. ഹല്ലേലൂയ. അതിന്റെ പ്രാരംഭഘട്ടം ഇവിടെ അവൻ യോസേഫിനെ കൂടി തമ്പുരാൻ അവൻ നിവർത്തിച്ചു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നിന്റെ ജനം മിസ്രൈമിലെത്തണം, അവരെ അടിമയായി പാർക്കണം, അവരെ നിന്നാണ് ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നത്. ആമേൻ. ഹല്ലേലൂയ. അവിടേക്ക് പോകുവാനുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ് അപ്പൻ ഒരുപാട് സ്നേഹിച്ചത്. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം തിരിച്ചറിഞ്ഞോണം, അവൻ ആരൊക്കെയോ അങ്ങനെ നിന്നെ അധികമായി സ്നേഹിക്കുന്നെങ്കിൽ, അവൻ ഭവനത്തിലുള്ളവർ നിന്നെ അധികമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ ഭവനത്തിലുള്ളവർ നിന്നെ അധികമായി ബഹുമാനിക്കുന്നെങ്കിൽ, അവൻ ചുറ്റുവട്ടങ്ങളുള്ളവർ അധികമായി നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ, ബഹുമാനിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രിക്കാലം ഓർത്ത് എന്തൊക്കെയോ ദൈവപ്രവർത്തി നിന്നെ കൂടി നടക്കാൻ പോകുകയാ, എന്തൊക്കെയോ ദൈവിക വിടുതൽ നിന്നെ കൂടി ഉണ്ടാകാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു സ്വപ്നം അവന്റെ അകത്തളങ്ങളിലേക്ക് ദൈവം ഇട്ടുകൊടുക്കുകയാണ്. ഈ സ്വപ്നത്തിൽ തന്റെ സഹോദരന്മാർക്ക് ഒരു പിടിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. നീ സ്വപ്നക്കാരനാണോ? അവൻ നീ ഞങ്ങളുടെ രാജാവാകുമോ? നിന്നെ ഞങ്ങൾ സേവിക്കുമോ? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ വെല്ലുവിളികൾ ഉണ്ടാകാൻ പോകുകയാ. അവൻ ഒരു വേർതിരിവുണ്ടാകാൻ പോകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ ഇന്ന് രാത്രിക്കാലം തിരിച്ചറിഞ്ഞു. അവൻ ചില നിന്ദിക്കപ്പെടുകൾ, അവൻ ചില ഒറ്റപ്പെടുകൾ, അവൻ അവരുടെ ജീവിതത്തെ കടന്നു വരുന്നത് ഇന്ന് രാത്രിക്കാലം തിരിച്ചറിഞ്ഞു. ഇതിന്റെ പിന്നിൽ വലിയ അനുഗ്രഹത്തിന്റെ അവൻ വാദങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം തുറന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓടിച്ച് ഞാൻ പറഞ്ഞു നിർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. അടുത്ത സ്വപ്നം കാണുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിച്ചാൽ നിങ്ങൾ 11 അവസാനത്തെ സഹോദരന്മാർക്ക് അവരുടെ അസൂയ തോന്നി. അപ്പനും ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. അവന്റെ സഹോദരന്മാർ അപ്പന്റെ ആടുകളെ മേയ്ക്കുവാൻ അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. തന്റെ സഹോദരന്മാരോട് അറിയിച്ചു. പിന്നെയും സഹോദരന്മാരോട് അറിയിച്ചു. പിന്നെയും ഞാനൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവനത് അപ്പനോട് പറഞ്ഞു. അപ്പൻ അവനെ ശാസിച്ചു. നീ ഈ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കുവാൻ. സ്നേഹിച്ച അപ്പൻ, കരുതിയ അപ്പൻ, അങ്കി കൊടുത്ത അപ്പൻ, അവൻ കുശലങ്ങൾ കേട്ടോണ്ടിരുന്ന അപ്പൻ, ഹല്ലേലൂയ. തന്റെ മറ്റുള്ള പുത്രന്മാരുടെ അവൻ ആവശ്യമില്ലാത്ത അവൻ പോക്കുകളും സംസാരങ്ങളും അവൻ ചെന്ന് പറയുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന അപ്പൻ, ഹല്ലേലൂയ. അടുത്ത സ്വപ്നം അവൻ അപ്പന്റെ നേരെയുള്ളതാണ്. അടുത്ത സ്വപ്നം അവൻ ഹല്ലേലൂയ അപ്പന്റെയും അമ്മയുടെ നേരെയുള്ളതാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. അവർ പറയുകയാണ്, അവൻ ഞാനൊരു സ്വപ്നം രണ്ടാമത് കണ്ടു. അവരെ പറയുന്നു, സൂര്യനും ചന്ദ്രനും. ആരാണ് സൂര്യൻ? അപ്പനാണ് സൂര്യൻ. ആരാണ് ചന്ദ്രൻ? അത് ഞാനെ അമ്മയെ കാണിക്കുന്നു. അവൻ സൂര്യനും ചന്ദ്രനും എന്നെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പ നീയും അമ്മയും എന്നെ നമസ്കരിക്കുന്നതായി ഒരു സ്വപ്നം ഞാൻ കണ്ടു. അപ്പൻ എന്ത് ചെയ്തു? അവനെ വിളിച്ചു.
നീ എന്തുവാ സ്വപ്നമായി കണ്ടേ? ആവശ്യമില്ലാത്ത സ്വപ്നം നീ കണ്ടോ? നീ ഇത് പറയുന്ന അപ്പനും നിന്റെ അമ്മയും 11 സഹോദരന്മാരും കൂടെ നിന്നെ ചെയ്യും നമസ്കരിക്കുമോ? ഹല്ലേലൂയ. നിന്നെ നമസ്കരിക്കുമോ? അവൻ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും നീ ഇനി മേലാൽ തീരുന്നോ കാണരുതെന്ന് പറഞ്ഞ് അവനെ ശാസിച്ച് ആമീൻ ഹല്ലേലൂയ അവനെ വിഷമിപ്പിച്ചു വിട്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം. തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തമ്പുരാൻ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമീൻ ഹല്ലേലൂയ 11 സഹോദരന്മാരെയും അപ്പനെയും അമ്മയും നിന്റെ മുൻപിൽ നിർത്താൻ, ഹല്ലേലൂയ, ഏതപ്പനാകട്ടെ, ഏത് അമ്മയാകട്ടെ, ഏത് സഹോദരന്മാരാകട്ടെ, തമ്പുരാൻ നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തമ്പുരാൻ നിനക്കൊരു വെളിപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിക്കാലം മുറുകെ പിടിച്ചു. അവൻ തമ്പുരാൻ നിർത്താൻ സമയമായി വരുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ മിസ്രൈമിലേക്ക്, അവൻ യോസേഫിനെ, അവൻ സഹോദരന്മാർ വിറ്റ് കളഞ്ഞത് വെറുതെയല്ല, തമ്പുരാന്റെ വാഗ്ദത്ത പ്രകാരമാണ്. നമ്മൾ വിചാരിക്കും, അയ്യോ സഹോദരന്മാരെ, നിന്റെ രക്തമല്ലേ, നിന്റെ സേവനല്ലേ, നിന്റെ സഹോദരനല്ലേ, അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ എന്ന് നീ ചോദിക്കും. പക്ഷേ ഇത് നടന്നേ മതിയാകും. കാരണം വാഗ്ദത്തം കിടക്കുന്നത് അവന്റെ മേലാണ്. ഹല്ലേലൂയ. നീയോട് കിടക്കുന്നത് അവന്റെ മേലാണ്. അവൻ ഹല്ലേലൂയ രാജാവാക്കി മാറ്റുമെന്ന് പറഞ്ഞത് അവനെയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടേക്ക് എത്താൻ ചില പ്രതികൂലങ്ങളുണ്ട്, ചില പ്രതിസന്ധികളുണ്ട്, ചില വേദനകളുണ്ട്, ചില നിരാശകളുണ്ട്, അവൻ ചില ഓട്ടങ്ങളുണ്ടവരും, അവൻ ചില കാരാഗ്രഹങ്ങളുടെ തകർത്തളങ്ങളിൽ കിടക്കേണ്ടവരും ഇന്ന് രാത്രിക്കാലം യേശുവിന്റെ നാമത്തിൽ അവൻ ജയമെടുക്കുകയാണ്. അവൻ ഒരു വാഗ്ദത്തം നിറവേറണമെങ്കിൽ, അവൻ ഒരു വാഗ്ദത്തം നിന്റെ മേൽ ഹല്ലേലൂയ അവൻ പുറപ്പെട്ടു വരണമെങ്കിൽ, അവൻ ചില കടമകൾ കടന്നേ മതിയാവൂ, ചില വേദനയിൽ കൂടി പോയേ മതിയാവൂ, അവൻ ചില പ്രയാസങ്ങൾ കടന്നുപോയേ മതിയാവൂ, ചില നിരാശകളെ കടന്നുപോയേ മതിയാവൂ, ചില തള്ളപ്പെടുകളെ കടന്നുപോയേ മതിയാവൂ, ചില കാരാഗ്രഹങ്ങളെ അകപ്പെട്ടേ മതിയാവൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഒരു ഹല്ലേലൂയ സ്ത്രീയോട്, ആമേൻ ഹല്ലേലൂയ, ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയോട് ചോദിക്കുക, നിന്റെ മേൽ തന്നിരിക്കുന്ന ഈ വാഗ്ദത്തം അവൻ ഇത് നിവർത്തി എണ്ണത്തിലേക്ക് എത്തണമെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, എന്തൊക്കെ കടമ നീ കടന്നേ മതിയാവൂ. ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ വാഗ്ദത്തത്തെ അവരുടെ കരങ്ങളിൽ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വലത്തെ കരത്തെ പിടിച്ചുകൊണ്ട് അവൻ നിൽക്കുമ്പോൾ അവരോട് ചോദിക്കണം, ദൈവം തന്ന ഈ വാഗ്ദത്തത്തെ ആമേൻ ഹല്ലേലൂയ നിന്റെ കരത്തെ പിടിച്ചുകൊണ്ട് ഇപ്പോൾ സന്തോഷത്തോടെ ബഹുമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ നീ എന്തെല്ലാം കടമ കടന്നു. അവൻ പറയും, ഹല്ലേലൂയ ഹല്ലേലൂയ, എനിക്കൊരു സഹായമില്ലാതെ, മറ്റൊരാളായ സഹായമില്ലാതെ നടക്കാൻ കഴിയാത്തൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അവൻ നല്ലവണ്ണം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഒരു തേരി നടന്ന് കയറാൻ കഴിയാത്ത ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. പലപ്പോഴും വേദനപ്പെട്ടിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ അവസ്ഥ എനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ അവൻ അതിൻ്റെതായിരിക്കുന്ന സമയം വന്നപ്പോ അവന് ഞാൻ ആസ്പത്രിയിലേക്ക് അഭയം പ്രാപിച്ചു. ഹല്ലേലൂയ. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ മരണത്തെ പോലെ അവൻ മുഖാമുഖം കാണുന്നത് പോലെ ഒരു വലിയ വേദനയിലൂടെ ഞാൻ കടന്നു പോകുവാനിടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. അതിൽ കൂടെ ഞാൻ കടന്നപ്പോ ആമേൻ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ ഞാൻ കണ്ടു.
എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയുന്ന രാത്രി കാലം യേശുവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് ആമേൻ ഹല്ലേലൂയ പിതാവല്ല ആമേൻ ഹല്ലേലൂയ പറഞ്ഞത് പ്രാപിച്ചെടുക്കണമെന്ന് ചില കാലിലെ കഷ്ടതകളുണ്ട്, ആമേൻ ചില പ്രതിസന്ധികളുണ്ട്, ചില വേദനകളുണ്ട്, അതിൽ കൂടി നാം കടന്നു പോകേണ്ട ആമേൻ സാഹചര്യങ്ങളുണ്ട്. അതിൽ കൂടി നാം കടന്നാൽ മാത്രമേ ഹല്ലേലൂയ യോസഫ് അതിൽ കൂടെ എല്ലാം കടന്നു പോകും. ഹല്ലേലൂയ. യോസഫ് ഇപ്പോൾ നിൽക്കുന്നത് രാജകിരീടം വെച്ചവനായി. ഹല്ലേലൂയ. 11 സഹോദരന്മാരുടെ നടുവിൽ, ഹല്ലേലൂയ, അപ്പന്റെ നടുവിൽ ആമേൻ ഹല്ലേലൂയ കിരീടം വെച്ചവനായി നിൽക്കുകയാണ്. ആമേൻ അച്ഛാ കിരീടം വെച്ച് നിൽക്കുമ്പോ അപ്പനായാലും ആമേൻ ഹല്ലേലൂയ കിരീടധാരിയായി നിൽക്കുന്നവന്റെ അടുക്കൽ നിന്നുകൊണ്ട് ആമേൻ എന്തെങ്കിലും ആമേൻ അർത്ഥവശാൽ എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റുമോ? ഒക്കത്തിന്റെ കാരണം അവൻ അധികാരിയായി നിൽക്കുകയാണ്, അവൻ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ അധികാരമുണ്ട്. അവൻ പറയുന്നതിനപ്പുറം അവൻ ചലിക്കത്തിന്റെ കാരണം അവൻ ഹല്ലേലൂയ അവൻ അധികാരത്തിൽ നിൽക്കുന്നവനാണ്. തമ്പുരാൻ പറയുന്നു ഹല്ലേലൂയ നിന്നെ തന്ന വാഗ്ദത്തത്തെ, നിന്നെ തന്ന വെളിപ്പാടിനെ കുഞ്ഞെ ഇതാണ് ഞാൻ തന്ന വെളിപ്പാട്, ഞാൻ തന്ന കാഴ്ചപ്പാട്, ഞാൻ തന്ന ദർശനം ഇതാ. ഇന്ന് രാത്രി കാലമാമി ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ